ഒരു ചൂതാട്ടക്കാരന് അമേരിക്കയിലെ ഏറ്റവും വലിയ കസീനോയുടെ നിയന്ത്രണം കിട്ടിയാൽ എന്ത് സംഭവിക്കും? കോടികൾ ഒഴുകുന്ന കസീനോ, അതിന് പിന്നിലെ എല്ലാ കണക്കുകളും നിയന്ത്രിക്കുന്ന മാസ്റ്റർ മൈൻഡ്, അവനെയും കസീനോയെയും പ്രൊട്ടക്ട് ചെയ്യാൻ എന്തും ചെയ്യുന്ന ഒരു ഗാങ്സ്റ്റർ സുഹൃത്ത്, പിന്നെ അവരുടെ ജീവിതം തലകീഴായി മറിച്ചിടുന്ന ഒരു പെണ്ണ്. പണവും അധികാരവും വഞ്ചനയും ഒരുമിച്ച് കൂട്ടിയിടിക്കുമ്പോൾ ഒരിക്കൽ അജയനായി തോന്നിയ ഒരാളുടെ സാമ്രാജ്യം എങ്ങനെ തകർന്നു വീണു എന്നതാണ് ഇന്നത്തെ സിനിമ. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. 1983 സാം എയ്സ് റോസ്റ്റീൻ തന്റെ കാറിൽ കയറി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടെ ഒരു വമ്പൻ സ്ഫോടനം നടക്കുന്നു. നിമിഷങ്ങൾക്കകം തന്നെ കാറ് തീഗോളമായി മാറി. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തിയെന്നാണ് ഒരു വോയിസ് ഓവറിലൂടെ എയ്സ് നമ്മോട് പറയുന്നത്. കഥ 10 വർഷം പിന്നിലേക്ക് പോകുന്നു. അന്ന് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ സ്പോർട്സ് ബെറ്റിംഗ് എക്സ്പെർട്സിൽ ഒരാളായിരുന്നു കഥയിലെ നായകൻ എയ്സ്. അവന്റെ ഒറ്റ ഒരു ബെറ്റ് മാത്രം മതി രാജ്യത്താകെ ബുക്കിമാർ നിശ്ചയിച്ചിരുന്ന ബെറ്റിംഗ് ഓഡ്സ് വരെ മാറാൻ. അവന്റെ ആ കഴിവാണ് എയ്സിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരം നേടിക്കൊടുത്തത്. ലാസ് വേഗാസിൽ പുതുതായി ആരംഭിക്കുന്ന ടാൻജിയേഴ്സ് എന്ന കസീനോയുടെ മുഴുവൻ നടത്തിപ്പും. അന്ന് അത്ര വലിയൊരു കസീനോ തുടങ്ങാൻ വേണ്ട $62 മില്യൺ സാധാരണ ബിസിനസ്സുകാർക്ക് മുടക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പണത്തിന്റെ പിന്നിൽ നിന്നത് വളരെ പ്രായമുള്ള എന്നാൽ അമേരിക്കയിലെ ശക്തരായ മിഡ്വെസ്റ്റ് മാഫിയ തലവന്മാരായിരുന്നു. ഈ സമയത്താണ് എയ്സിന്റെ വോയിസ് ഓവർ മാറിയിട്ട് അവന്റെ സുഹൃത്തായ നിക്കി സാന്റോറയുടെ ശബ്ദം നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത്. അവന്റെ വാക്കുകളിൽ അവർക്കവിടെ ഉണ്ടായിരുന്നത് ഒരു പെർഫെക്റ്റ് സെറ്റപ്പ് ആയിരുന്നു. ബുദ്ധി ഉപയോഗിച്ചെല്ലാം നിയന്ത്രിക്കാൻ എയ്സ്, പ്രശ്നങ്ങൾ ബലപ്രയോഗത്തിലൂടെ തീർക്കാൻ നിക്കി. എയ്സ് സ്നേഹിച്ചിരുന്ന പെണ്ണും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവസാനം ആ 3 പേരും ചേർന്ന് അതെല്ലാം തകർത്തു. അവരെ പോലുള്ള തെരുവിൽ നിന്ന് വന്ന ആളുകൾക്ക് ഇത്ര വലിയൊരു അവസരം പിന്നെ ഒരിക്കലും ലഭിച്ചിട്ടില്ലെന്നും നിക്കി പറയുന്നുണ്ട്. അന്ന് ലാസ് വേഗാസ് ഒരു സ്വപ്ന ലോകം പോലെയായിരുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ പണം സമ്പാദിക്കാമെന്ന മോഹവുമായി അവിടേക്ക് പറന്നെത്തും. പക്ഷെ മടങ്ങി പോകുമ്പോഴേക്കും കോടിക്കണക്കിന് ഡോളർ അവിടെ ഉപേക്ഷിച്ചിട്ടായിരിക്കും. വേഗസിന് ചുറ്റുമുണ്ടായിരുന്ന മരുഭൂമിക്ക് ഒരു യൂസ് ഉണ്ടായിരുന്നു. ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ആ പ്രശ്നം എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള സ്ഥലം. നിക്കിയുടെ വാക്കുകളിൽ അവിടെ കുഴികൾ ഉണ്ടാക്കുന്നത് എളുപ്പമായിരുന്നു, പക്ഷേ ജോലി വേഗത്തിൽ തീർക്കാൻ അറിയണം. ആദ്യം തന്നെ കുഴി കുഴിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. അല്ലെങ്കിൽ ഒരാളെ കുഴിച്ചുമൂടാൻ കുഴിയെടുക്കുന്നതിനിടെ മറ്റാരെങ്കിലും അങ്ങോട്ട് വന്നാൽ അവർക്കു വേണ്ടിയും വേറെ കുഴിയെടുക്കേണ്ടി വരും. അങ്ങനെ രാത്രി മുഴുവൻ അവിടെ തന്നെ ചെലവഴിക്കേണ്ട അവസ്ഥയാവുമെന്നും അവൻ തമാശയായി പറയുന്നുണ്ട്. 1973 എയ്സ് ടാൻജിയേഴ്സ് കസീനോയിലെത്തുന്നു. എയ്സിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു കസീനോ നടത്തുക എന്നത് ആളുകൾക്ക് സ്വപ്നം വിൽക്കുന്ന പോലെയാണ്. കണ്ണു ചിമ്മിക്കുന്ന ലൈറ്റുകൾ, സൗജന്യ ഹോട്ടൽ മുറികളും ഷാമ്പയിനും പെണ്ണും, ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിനായിരുന്നു: ആളുകളുടെ പോക്കറ്റിലുള്ള പണം കസീനോയുടെ മേശപ്പുറത്തെത്തിക്കാൻ. അവിടെ എത്തുന്ന പണം ചൂതാട്ട മേശകളിൽ നിന്ന് കൗണ്ടർ റൂമിലേക്ക് എത്തും. കസീനോയിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമെന്നാണ് ആ മുറിയെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത്. പണം എണ്ണുന്ന ഓരോ തവണയും കണക്കിൽ പെടാതെ കുറച്ചു തുക അവർ മാറ്റിവെക്കും. ആ പണം ഒരു വിശ്വസ്തനായ ആളെ ഏൽപ്പിക്കും. അയാൾ അതെല്ലാം ഒരു സ്യൂട്ട് കേസിലാക്കി നേരെ കാൻസാസ് സിറ്റിയിലേക്ക് കൊണ്ടുപോകും. ലാസ് വേഗാസിലേക്ക് നേരിട്ട് വന്നാൽ അറസ്റ്റ് ഉറപ്പായ മിഡ്വെസ്റ്റ് മാഫിയ തലവന്മാർ ഒന്നിച്ചു കൂടുന്നത് അവിടത്തെ ഒരു പലചരക്ക് കടയുടെ ബാക്കിലാണ്. കസീനോയിൽ നിന്നും മാസവുമുള്ള ആ സ്യൂട്ട് കേസുകൾ മാത്രമായിരുന്നു മാഫിയ തലവന്മാർക്ക് വേണ്ടിയിരുന്നത്. അമേരിക്കയിലെ ഒരു വലിയ തൊഴിലാളി യൂണിയനായ ടീംസ്റ്റേഴ്സ് അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഒരു കസീനോ ആരംഭിക്കാനുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ വായ്പ ലഭിച്ചിരുന്നത് ആ യൂണിയന്റെ പെൻഷൻ ഫണ്ടിൽ നിന്നായിരുന്നു. ഇനി അവർക്ക് വേണ്ടിയിരുന്നത് ആ കസീനോയെ പൂർണ്ണമായി വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. ആ കാര്യത്തിൽ മറ്റൊരു പേരിനെക്കുറിച്ച് പോലും ആലോചിക്കേണ്ടി വന്നില്ല. അവർക്ക് വേണ്ടി ഓൾറെഡി വർഷങ്ങളായി ബെറ്റ് ചെയ്ത് പണമുണ്ടാക്കുന്ന ആളായിരുന്നു എയ്സ്. എന്നാൽ ഇത്ര വലിയൊരു അവസരം ലഭിച്ചിട്ടും ആദ്യം എയ്സ് അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം അനധികൃത ബെറ്റിംഗുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ അവന്റെ പേരിലുണ്ടായിരുന്നു. അതിനാൽ കസിനോകളെ കൺട്രോൾ ചെയ്യുന്ന ഗെയിമിംഗ് കമ്മീഷൻ ഒരിക്കലും ഔദ്യോഗിക ലൈസൻസ് നൽകില്ലെന്ന കാര്യം അവൻ ഉറപ്പായിരുന്നു. പക്ഷേ മാഫിയക്കാർക്ക് അതിനും ഒരു വഴിയുണ്ടായിരുന്നു. കസിനോയിലെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ലൈസൻസ് ലഭിക്കാനുള്ള അപേക്ഷ മാത്രം നൽകിയാൽ മതി. അതിന്റെ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ നിയമപ്രകാരം ജോലി ചെയ്യാൻ ഒരു തടസ്സവുമില്ല. ഇനി അതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ കസീനോയിലെ അവന്റെ ജോലി മാറ്റിക്കൊണ്ട് ഒരു പുതിയ അപേക്ഷ വീണ്ടും സമർപ്പിക്കുക. അങ്ങനെ പുറം ലോകത്തിന് അവൻ കസീനോയുടെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ മാത്രമായി. ഒരു മാഫിയ തലവും പറയുന്നത് മാസം മുഴുവൻ നിക്കി കവർച്ച നടത്തിയാലും കിട്ടാത്ത പണമാണ് ഒറ്റ ആഴ്ച കൊണ്ട് എയ്സ് സമ്പാദിച്ചു തരുന്നതെന്നാണ്. അതുകൊണ്ട് അവന്റെ സുരക്ഷ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിക്കിയോട് അവർ നിർദ്ദേശിക്കുന്നു. എയ്സ് പണം ഉണ്ടാക്കി കൊടുക്കും. ആ പണം ആരും വെട്ടിക്കാതിരിക്കുക എന്നത് നിക്കിയുടെ ജോലിയുമായിരുന്നു. അവനത് എങ്ങനെ ചെയ്തിരുന്നുവെന്ന് സിനിമ ഒരു ചെറിയ സംഭവത്തിലൂടെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഒരു ദിവസം എയ്സിനോട് ഒരാൾ മോശമായി പെരുമാറുന്നു. ഒറ്റ നിമിഷം പോലും ആലോചിക്കാതെ നിക്കി ഒരു പേന പിടിച്ചെടുത്ത് അയാളുടെ കഴുത്തിലേക്ക് തുടരെ കുത്തിക്കയറ്റുന്നു. ഒരു നിസ്സാരമായ തർക്കം പോലും നിക്കിയുടെ കയ്യിലെത്തിയാൽ കൊലപാതകത്തിൽ അവസാനിക്കുമായിരുന്നു. എയ്സിന്റെ നേതൃത്വത്തിൽ ടാൻജിയേഴ്സ് കസീനോ റെക്കോർഡ് ലാഭമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ വിജയത്തിന് പിന്നിൽ എയ്സിന്റെ സ്ട്രിക്റ്റ് ആയ മാനേജ്മെന്റ് ആയിരുന്നു. രാഷ്ട്രീയക്കാരെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും കയ്യിലെടുക്കുന്നതും അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. സൗജന്യ ഹോട്ടൽ മുറികൾ, പെണ്ണുങ്ങൾ, കുറച്ചു പണം, അതോടെ അവരെല്ലാം കണ്ണടയ്ക്കും.
ഏസിന്റെ യഥാർത്ഥ ശ്രദ്ധ മുഴുവൻ ഹൈറോളേഴ്സ് ആയ വലിയ ചൂതാട്ടുകാരിലായിരുന്നു. ഒറ്റ ബെറ്റിൽ തന്നെ 10,000-കണക്കിന് ഡോളർ വരെ വെക്കുന്ന വേൾസ് എന്ന് വിളിക്കപ്പെടുന്നവര്. അവരിൽ ഒരാൾ ഒരു ദിവസം $2 മില്യൺ ജയിച്ച് കസീനോ വിട്ടുപോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഏസ് അത് സമ്മതിച്ചില്ല. ആദ്യം അയാളുടെ സ്വകാര്യ വിമാനത്തിന് ചെറിയ തകരാറുണ്ടെന്ന് പറഞ്ഞ് യാത്ര വൈകിപ്പിക്കുന്നു. എയർലൈൻസിൽ ടിക്കറ്റ് നോക്കുമ്പോൾ അവിടെ അവൈലബിൾ സീറ്റ്സ് ഇല്ലെന്ന് പറയിപ്പിക്കുന്നു. ഒടുവിൽ അദ്ദേഹത്തിന് ഒരു സഹായം എന്ന പേരിൽ വലിയ സ്നേഹത്തോടെ കസീനോയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു സുഹൃത്തെന്ന പോലെ ചുമ്മാ ടൈം കളയാൻ ചെറിയ $500 ബെറ്റ് മാത്രമേ വെക്കാവൂ എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. ഓരോ ബെറ്റിലും $30,000 കളിക്കുന്ന അയാൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ കഴിയില്ലെന്ന് ഏസിനറിയാം. പ്രതീക്ഷിച്ചതുപോലെ അയാൾ വീണ്ടും വലിയ ബെറ്റുകൾ വെക്കാൻ തുടങ്ങി. ആദ്യം ജയിച്ച $2 മില്യൺ മുഴുവനും അതിനു പുറമെ സ്വന്തം കയ്യിൽ നിന്ന് വേറൊരു $1 മില്യൺ കൂടി കസിനോയ്ക്ക് തിരികെ നൽകി. കസിനോയുടെ ഏറ്റവും വലിയ നിയമം ഒരെണ്ണം മാത്രമാണ്: കളിക്കാരെ എങ്ങനെയെങ്കിലും കളിച്ചോണ്ടിരിക്കാൻ സമ്മതിപ്പിക്കുക. കാരണം അവൻ എത്ര കൂടുതൽ കളിക്കുന്നുവോ അവൻ തോൽക്കുവാനുള്ള ചാൻസ് കൂടും. ഇവരുടെ ഈ മുഴുവൻ സംവിധാനവും പ്രവർത്തിച്ചിരുന്നത് അതീവ കർശനമായ നിരീക്ഷണത്തിലൂടെയായിരുന്നു. ഡീലർമാർ കളിക്കാരെ നിരീക്ഷിക്കും. ഡീലേഴ്സിനെ ബോക്സ്മാൻ നിരീക്ഷിക്കും. ബോക്സ്മാനെ ഫ്ലോർമാനിനെ പിറ്റ് ബോസിനെ ഷിഫ്റ്റ് മാനേജർ, ഷിഫ്റ്റ് മാനേജറിനെ കസീനോ മാനേജറിനെ ഏസ്. ഇവരെ എല്ലാം ഒരുമിച്ച് മുകളിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറകൾ. ഇനി അതും പോരാത്തതിന് 1 ഡസനോളം ആളുകൾ ബൈനോക്കുലറുമായി വലിയ ബെറ്റ് ചെയ്യുന്നവരെ നിരീക്ഷിക്കും. ഇവരൊക്കെ ഒരു കാലത്ത് ചൂതാട്ടത്തിൽ തട്ടിപ്പ് നടത്തി ജയിലിൽ പോയവരാണ്. അതുകൊണ്ട് കളിക്കാൻ വരുന്നവർ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഉടായ്പും അറിയാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരു ദിവസം കസീനോയിലെ സുരക്ഷാ ക്യാമറകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏസ് ആദ്യമായി ജിഞ്ചറിനെ കാണുന്നത്. അവളുടെ ഒപ്പമുള്ള പ്രായമായ ചൂതാട്ടുകാരന്റെ ചിപ്പുകളിൽ നിന്ന് ആരും കാണാതെ കുറച്ച് അവൾ സ്വന്തം പേഴ്സിലാക്കുന്നതും ഏസ് കാണുന്നുണ്ട്. കളി കഴിഞ്ഞ് പോകുമ്പോൾ കൂടെയുള്ളവൻ അവളെ ചിപ്പ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അടുത്ത നിമിഷം മുന്നിലുണ്ടായിരുന്ന അയാളുടെ മുഴുവൻ ചിപ്പുകളും തട്ടിത്തെറിപ്പിച്ച് അവിടെ ആകെ ബഹളം സൃഷ്ടിച്ച് അവൾ മുങ്ങുന്നു. ഏസ് പറയുന്നത് ആ നിമിഷം തന്നെ അവളുമായി പ്രണയത്തിലായെന്നാണ്. ജിഞ്ചറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം പണമായിരുന്നു. ഒരു എസ്കോർട്ടായി വർക്ക് ചെയ്യുന്ന അവൾ വലിയ ചൂതാട്ടുകാരെ കസീനോയിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളുമായിരുന്നു. കൂടെ വരുന്നവനെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ചൂതാട്ടം കളിപ്പിച്ച് ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന അവസാന ഡോളറും നഷ്ടപ്പെടുത്തി വീട്ടിലേക്ക് അയക്കാൻ അവൾക്ക് കഴിയും. പക്ഷെ അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ലെസ്റ്റർ ഡയമണ്ട് എന്ന അവളുടെ ചെറുപ്പം മുതലുള്ള ബോയ്ഫ്രണ്ടിൽ നിന്ന് പൂർണ്ണമായി അകന്നുപോകാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ ബോയ്ഫ്രണ്ട് എന്ന് വിളിക്കുന്നെങ്കിലും അവനിപ്പോൾ സത്യത്തിൽ അവളുടെ കൂട്ടിക്കൊടുപ്പുകാരനാണ്. അതിനിടെ നിക്കിയുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ആരംഭിച്ചു. പോലീസ് ഏത് കേസിലായാലും അയാളെ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പോലീസിന്റെ അന്വേഷണമൊന്നും നിക്കിയെ അലട്ടുന്നില്ല. താൻ ഒരു ഗുണ്ടയാണെന്ന കാര്യം എല്ലാവരും അറിയുന്നതിൽ പോലും അയാൾക്ക് അഭിമാനമായിരുന്നു. ഇത് തന്നെയാണ് ഏസിനെ കൂടുതൽ ആശങ്കപ്പെടുത്തിയതും. കാരണം മാഫിയ തലവന്മാർ നിക്കിയെ ലാസ് വേഗസിലേക്ക് അയക്കുന്നു. അവന്റെ കുടുംബത്തോടൊപ്പം ലാസ് വേഗസിലെത്തിയ നിക്കിയെ ആദ്യം ആകർഷിച്ചത് ഏസിന്റെ ആഡംബര പെന്റ് ഹൗസ് ആയിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ജിഞ്ചറും. അവിടെ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏസ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലാസ് വേഗാസ് അവരുടെ നാട് പോലെയല്ല. ഇവിടെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പോലീസുകാർ പോലും അവരെ കൊന്നു മരുഭൂമിയിൽ കുഴിച്ചിടാൻ മടിക്കാത്തവരാണ്. നിക്കി അത് കാര്യമാക്കുന്നില്ല. കാരണം ഏസ് കാണുന്ന ലാസ് വേഗാസ് ആയിരുന്നില്ല നിക്കി കണ്ടത്. അവന്റെ കണ്ണിൽ ഇതാരും കൈവെക്കാത്ത ഒരു സ്വർണ്ണ ഖനിയായിരുന്നു. അവിടെ എത്തിയ ആദ്യ ദിവസങ്ങൾ മുതൽ തന്നെ നിക്കി സ്വന്തം പണികൾ തുടങ്ങുന്നു. ബുക്കിമാരെയും പിമ്പുകളെയും മയക്കുമരുന്ന് കച്ചവടക്കാരെയും എല്ലാം ഭീഷണിപ്പെടുത്തി പണം പിരിക്കാൻ തുടങ്ങി. അതിന്റെ കൂടെ ചെറിയ തോതിൽ ബെറ്റിങ്ങിന്റെ അകത്തും നിക്കി കൈവച്ചിരുന്നു. അവന്റെ സ്ട്രാറ്റജിയും വളരെ ലളിതമാണ്. അവൻ ബെറ്റ് വെച്ച് ജയിച്ചാൽ മുഴുവൻ പണം വാങ്ങും. തോറ്റാലോ ചോദിക്കാൻ വരുന്നവരെ അടിച്ചുകൂട്ടി $1 പോലും തിരികെ കൊടുക്കില്ല. ആദ്യകാലത്ത് എല്ലാം ശാന്തമായി തന്നെ മുന്നോട്ട് പോയി. നിക്കി മകന്റെ സ്കൂളിൽ വരെ വളരെ മര്യാദക്കാരനായി എത്തുമായിരുന്നു. പക്ഷേ പുറമെ എത്ര സാധാരണ ജീവിതം അഭിനയിച്ചാലും അവിടുത്തെ അധോലോകത്തിനെല്ലാം നിക്കിയെ അറിയാം. ഒരു ദിവസം കസീനോയിൽ 2 പേര് പണം പിരിക്കാനെത്തിയപ്പോൾ നിക്കി കൂടുതലൊന്നും പറയാതെ തന്നെ അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ടാഞ്ചേഴ്സ് കസീനോ അവന്റെ പ്രൊട്ടക്ഷനിലാണെന്നറിഞ്ഞതോടെ ഇനി ഒരു ഗാങ്ങും അങ്ങോട്ട് പിരിക്കാനെത്തുകയില്ല. പക്ഷേ നിക്കിക്ക് പോലും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. കസിനോയെ പറ്റിക്കാൻ വരുന്നവർ. അവരുടെ കാര്യത്തിൽ നേരിട്ട് ഇടപെടുന്നത് ഏസ് തന്നെയായിരുന്നു. ഒരു ദിവസം ബ്ലാക്ക് ജാക്ക് ടേബിളിൽ കളിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ തന്നെ എന്തോ കള്ളത്തരം നടക്കുന്നതായി ഏസിന് തോന്നി. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ ടേബിളിലെ ഒരു പുതിയ ഡീലർ തന്റെ കയ്യിലുണ്ടായിരുന്ന കാർഡുകൾ ആവശ്യത്തിലധികം ഉയർത്തിയാണ് നോക്കുന്നത്. അത് ആ കളിക്കാരന്റെ കൂട്ടാളി കാലിൽ കെട്ടിവെച്ചിരുന്ന ചെറിയൊരു ട്രാൻസ്മിറ്ററിലൂടെ ആ കാർഡിന്റെ ഡീറ്റെയിൽസ് രഹസ്യമായി അയാൾക്ക് കൈമാറുകയും ചെയ്യുന്നു. സംശയം ഉറപ്പായതോടെ ഏസ് സുരക്ഷാ ജീവനക്കാരെ വിളിച്ചു. ബാക്കി എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ ആദ്യം ഒരു വ്യാജ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നു. എന്നിട്ട് ആ ബഹളത്തിനിടെ ട്രാൻസ്മിറ്റർ ഉപയോഗിച്ചിരുന്ന ആളെ ഒരു കന്നുകാലികളെ മേയ്ക്കാൻ ഉപയോഗിക്കുന്ന ടേസർ ഉപയോഗിച്ച് ശക്തമായി ഷോക്ക് അടിപ്പിച്ചു. അയാൾക്ക് ഹൃദയാഘാതം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കസിനോയിലെ ബേസ്മെന്റിലെ ഒരു മുറിയിലെത്തിക്കുന്നു. അങ്ങോട്ടെത്തിയ ഏസ് അയാളോട് ഒരു ചോദ്യം മാത്രം ചോദിച്ചു: കാർഡ് കളിക്കുമ്പോൾ വലങ്കയ്യനാണോ ഇടങ്കയ്യനാണോ? വലങ്കയ്യെന്ന് മറുപടി കിട്ടിയതും ഒരു ചുറ്റിക എടുത്ത് ആ കൈ ചതച്ചു. ഇതെല്ലാം നടക്കുമ്പോൾ കള്ളത്തരത്തിൽ ജയിച്ചുണ്ടാക്കിയ ചിപ്പുകൾ ക്യാഷിൻ ചെയ്യാൻ വേണ്ടി പോയ കൂട്ടാളിയെ അത്രയും പണം കൗണ്ടറിൽ വെച്ച് വാങ്ങിക്കാതെ കുറച്ചുകൂടി കൺവീനിയന്റ് ആയി അകത്ത് സെറ്റാക്കാന്ന് പറഞ്ഞുകൊണ്ട് ബേസ്മെന്റിലേക്ക് തന്നെ കൊണ്ടുവരിപ്പിച്ചു.
അയാൾക്ക് ഏസ് രണ്ട് വഴികളാണ് മുന്നോട്ട് വെച്ചത്. ഒന്നെങ്കിൽ പണവുമായി പോകാം, പക്ഷെ അവന്റെ കയ്യും തല്ലിച്ചതയ്ക്കും. അല്ലെങ്കിൽ പണം ഉപേക്ഷിച്ചു പോകാം, പക്ഷെ അതിന്റെ കൂടെ ടാഞ്ചിയേഴ്സ് കസിനോയിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മറ്റ് കള്ളന്മാരോടെല്ലാം പറഞ്ഞു കൊടുക്കണം. അയാൾ രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. എല്ലാം താൻ ആഗ്രഹിച്ചതുപോലെ മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം ജീവിതം കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു തീരുമാനമാണ് ഏസ് എടുക്കുന്നത്. ജിഞ്ചറിനെ കല്യാണം കഴിക്കാൻ. പക്ഷെ അവളുടെ മറുപടി അത്ര പ്രതീക്ഷ നൽകുന്നതായിരുന്നില്ല. തനിക്ക് ഏസിനോട് പ്രണയമില്ലെന്നും സന്തോഷകരമായ മാരീഡ് ലൈഫ് നയിക്കുന്ന ദമ്പതികളെ കണ്ടിട്ടില്ലെന്നും പറയുന്നു. ഏസിന്റെ മറുപടി, ഒരു വിവാഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രണയമല്ല, പരസ്പര ബഹുമാനവും വിശ്വാസവുമാണ്. പ്രണയം പിന്നീട് വന്നാലും മതി. ജീവിതകാലം മുഴുവൻ അവളെ നോക്കിക്കൊള്ളാമെന്നും ഇനി വിവാഹ ജീവിതം ഫെയിലായാൽ പോലും അവൾക്കൊരു കുറവും വരാത്ത രീതിയിൽ എല്ലാം ഒരുക്കി തരാമെന്നും ഏസ് ഉറപ്പു നൽകുന്നു. ഒടുവിൽ ജിഞ്ചർ സമ്മതിച്ചതോടെ വലിയ ആഘോഷത്തോടെ ഇരുവരുടെയും വിവാഹം നടക്കുന്നു. പക്ഷേ ആ ആഘോഷങ്ങൾക്കിടയിലും ആരും അറിയാതെ ജിഞ്ചർ ലെസ്റ്ററുമായി ഫോണിൽ കരയുകയായിരുന്നു. വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പറയുന്നതിന് പകരം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവൻ അവളെ പ്രേരിപ്പിച്ചത്. ഏസിന്റെ കൂടെ ജീവിച്ചാൽ ജീവിതകാലം മുഴുവൻ സാമ്പത്തിക സുരക്ഷ ഉറപ്പായിരിക്കുമെന്നും താൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാകുമെന്നും അയാൾ വാഗ്ദാനം ചെയ്യുന്നു. വിവാഹത്തിന് ശേഷം ഏസ് അവൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ അവൾക്കൊരു ആഡംബര ജീവിതം സമ്മാനിച്ചു. വില കൂടിയ കോട്ടുകൾ, മുറി നിറയെ വസ്ത്രങ്ങൾ, അവളുടെ പേരിൽ ഒരു ലോക്കറിൽ കോടിക്കണക്കിന് വില വരുന്ന ആഭരണങ്ങൾ എന്നിങ്ങനെ അവൾ ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്തു. പക്ഷെ അതിലും അപ്പുറം ഒരു കാര്യം കൂടി ഏസ് ചെയ്തു. $2 മില്യൺ പണമായി ഒരു ബാങ്കിലെ സേഫ് ഡെപ്പോസിറ്റ് ബോക്സിൽ സൂക്ഷിച്ചു. മാഫിയയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വലിയ പ്രശ്നം വന്നാലോ ആരെങ്കിലും അവനെ തട്ടിക്കൊണ്ടുപോയി റാൻസം ആവശ്യപ്പെട്ടാലോ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ആ പണം. എന്നിട്ട് ആ ലോക്കർ തുറക്കാനുള്ള അവകാശം അവൻ ജിഞ്ചറിനെ മാത്രം ഏൽപ്പിക്കുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അവളാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് ബാങ്ക് മാനേജർ പോലും ഞെട്ടിപ്പോയി. തന്റെ പല സമ്പന്നരായ കസ്റ്റമേഴ്സും വർഷങ്ങളോളം കൂടെയുള്ള ഭാര്യയെ പോലും ഇത്രയധികം ട്രസ്റ്റ് ചെയ്യുകയില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏസ് നിയമപരമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ നിക്കിയും സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കുകയായിരുന്നു. പക്ഷെ അത് നിയമവിരുദ്ധമായ വഴിയിലൂടെയായിരുന്നു. വലിയ പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നതും ടാഞ്ചേഴ്സിലെ ഡീലർമാരെ സ്വന്തം സ്വാധീനത്തിലാക്കുന്നതുമെല്ലാം നിക്കി പതിയെ ആരംഭിച്ചു. പോക്കർ കളിക്കുന്നിടത്ത് തന്റെ സംഘത്തോടൊപ്പം ഇറങ്ങി തട്ടിപ്പ് നടത്താനും തുടങ്ങി. ഇതെല്ലാം അറിഞ്ഞ ഏസിന് നല്ല ദേഷ്യം വന്നു. കാരണം ഇവരുടെ തട്ടിപ്പ് വളരെ പരസ്യമായാണ് നടക്കുന്നത്. ഗെയിമിംഗ് കമ്മീഷൻ എപ്പോൾ വേണമെങ്കിലും ഇവരെ പിടികൂടാം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിക്കിയെ ലാസ് വേഗാസിലെ എല്ലാ കസിനോയിൽ നിന്നും ബാൻ ചെയ്യും. പിന്നെ നിക്കിയെ നേരിട്ട് ഏസ് കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടുന്നത് ഏസിനും ടാഞ്ചേഴ്സിനും ആയിരിക്കും. പക്ഷെ നിക്കി അതൊന്നും കേട്ടില്ല. അവൻ മാഫിയയിലെ ഒരു മെയ്ഡ് മാൻ ആയതുകൊണ്ട് ഏസിന് അവനോട് കൂടുതൽ കൽപ്പിക്കാൻ അധികാരമുണ്ടായിരുന്നില്ല. അവൻ പേടിച്ചതുപോലെ തന്നെ അധികം വൈകാതെ ഗെയിമിംഗ് കമ്മീഷൻ നിക്കിയെ ബാൻ ചെയ്തു. ഇതോടെ ഇവർ രണ്ടുപേരും പബ്ലിക്കായിട്ടൊരു സൗഹൃദവും പാടില്ല. അതിനിടെ ഏസിന്റെ പ്രശസ്തി ലാസ് വേഗാസിലാകെ വളരാൻ തുടങ്ങി. നഗരത്തിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ഒരു ചാരിറ്റി ഓർഗനൈസേഷന്റെ ആദരവും ലഭിക്കുന്നു. ആ ചടങ്ങിൽ ജിഞ്ചർ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ട് തിളങ്ങി നിന്നു. അവളുടെ കാര്യത്തിൽ ഏസ് അല്പം പൊസസീവായിരുന്നു. ഒരു യങ് ആയ കസിനോ എക്സിക്യൂട്ടീവ് അവളോട് കുറച്ച് കൂടുതൽ സൗഹൃദം കാണിച്ചപ്പോൾ അടുത്ത ദിവസം തന്നെ അവനെ ഫയർ ചെയ്തു. ജിഞ്ചറിനാകട്ടെ ഇവർക്കിപ്പോൾ ഒരു മകളുണ്ടെങ്കിലും ഏസിന്റെ കൂടെയുള്ള ജീവിതം മടുത്തു തുടങ്ങി. ഒരു ദിവസം അവനോട് $20,000 ആവശ്യപ്പെട്ടു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വിശദീകരിക്കാൻ അവൾ തയ്യാറായില്ല. എപ്പോഴും സ്വന്തം കാര്യങ്ങൾ സ്വയം നോക്കിയാണ് ജീവിച്ചതെന്നും ഇപ്പോൾ ഓരോ ആവശ്യത്തിനും അവനോട് ഭിക്ഷ യാചിക്കേണ്ടി വരുന്നെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇത് കഴിഞ്ഞ് അവൾ ഏസ് അറിയാതെ ബാങ്കിലെ ലോക്കറിൽ നിന്ന് പണം എടുത്ത ശേഷം അത് ലെസ്റ്ററിന് കൈമാറുന്നു. അവളെ സംശയമുണ്ടായിരുന്ന ഏസ് നിരീക്ഷിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരുന്ന റെസ്റ്റോറന്റിലേക്ക് അവൻ എത്തുകയും ഒരു വലിയ കെട്ട് പണം എടുത്ത് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു തന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് വേണ്ടത്ര പണം അവൻ എടുത്തു കഴിഞ്ഞു, ഈ പണം കൂടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകാൻ. അവിടെ നിന്ന് പേടിച്ചിറങ്ങിയ ലെസ്റ്ററെ ഏസിന്റെ ആളുകൾ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന അവളെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയി. ഈ സംഭവത്തിന് ശേഷം ജിഞ്ചർ തന്റെ എല്ലാ വിഷമങ്ങളും തുറന്നു പറയാൻ തുടങ്ങിയത് നിക്കിയോടായിരുന്നു. ലെസ്റ്ററിനെ അടുപ്പിച്ചതും അവൾക്ക് സ്വാതന്ത്ര്യം നൽകാത്തതും എല്ലാം പറഞ്ഞ് അവൾ ഏസിനെ കുറിച്ച് പരാതിപ്പെടുന്നു. നിക്കി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഏസ് അവളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ ഏസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നിക്കിയെ യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനിടയിൽ ഏസ് മറ്റൊരു ശത്രുവിനെയും സ്വന്തമാക്കി. വേഗാസിലെ കൗണ്ടി കമ്മീഷണർ. കസിനോയിൽ വർക്ക് ചെയ്തിരുന്ന അയാളുടെ ഭാര്യ സഹോദരൻ മുൻപൊരു സ്ലോട്ട് മെഷീനിൽ അടുപ്പിച്ച് 3 ജാക്ക്പോട്ട് വന്നിട്ടും അതിലൊരു ശ്രദ്ധയും കാണിക്കാതെ നിന്നതുകൊണ്ട് ഏസ് അവനെ പുറത്താക്കിയിരുന്നു. അവനെ തിരിച്ചെടുക്കാൻ ആദ്യം വളരെ സൗമ്യമായിട്ടാണ് കമ്മീഷണർ സംസാരിച്ചത്. അവന് കഴിവില്ലെന്ന് തനിക്കറിയാമെന്നും വേണമെങ്കിൽ ചെറിയ ഏതെങ്കിലും ജോലി കൊടുത്താൽ മതിയെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ ഏസ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു. അവസാനം കമ്മീഷണറുടെ സ്വരവും മാറി. ഏസും കൂട്ടരും വേഗാസിലെ അതിഥികൾ മാത്രമാണെന്നും സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ വന്ന വഴിക്ക് തന്നെ അവരെ തിരികെ അയക്കുമെന്നും. ഇതോടെ ടാഞ്ചേഴ്സിന്റെയും ഏസിന്റെയും പ്രശ്നങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി തുടങ്ങുകയായിരുന്നു. ഏസാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നെങ്കിലും രേഖകളിൽ കസിനോയുടെ ചെയർമാൻ മാഫിയ തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഫിലിപ്പ് ഗ്രീനാണ്. ഒരു റിയൽ എസ്റ്റേറ്റുകാരനായ അയാളുടെ മുൻ ബിസിനസ് പങ്കാളിയായ ഒരു സ്ത്രീ അയാൾക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തതോടെ അത് ടാഞ്ചേഴ്സിനെയും ബാധിച്ചു. കേസ് കോടതിയിലെത്തിയാൽ കസിനോയ്ക്ക് പിന്നിലെ യഥാർത്ഥ പണത്തിന്റെ ഉറവിടം മാഫിയ ആണെന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് മാഫിയ തലവന്മാർ തീരുമാനിച്ചു പ്രശ്നം കോടതിയിൽ എത്തും മുമ്പ് തന്നെ ആ സ്ത്രീയെ തീർത്തേക്കാൻ. ആ ദൗത്യം ഏറ്റെടുത്തത് നിക്കിയും. ആരും അറിയാതെ ഇല്ലാതാക്കുന്നതിന് പകരം അവരുടെ വീട്ടിലെത്തി തലയ്ക്ക് തുടരെ വെടിവെക്കുകയാണ് ചെയ്തത്. ഈ കൊലപാതകം വലിയ വാർത്തയായി. അതോടെ ടാഞ്ചേഴ്സിനും അതിന്റെ ഉടമകൾക്കുമെതിരെയുള്ള സംശയങ്ങൾ വീണ്ടും ശക്തമായി. കസീനോ നിയമാനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി എയ്സ് ഒരു പ്രമുഖ ന്യൂസ് പേപ്പറിന് അഭിമുഖം നൽകാൻ തയ്യാറായി. സംസാരത്തിനിടയിൽ റിപ്പോർട്ടർ കസീനോയുടെ ബോസ് എയ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ചെയർമാൻ ഫിലിപ്പ് ഇല്ലാത്തപ്പോൾ താൻ കാര്യങ്ങൾ നോക്കി നടത്തുന്നേ ഉള്ളൂ എന്ന് അവൻ സൂക്ഷിച്ചു പറയുന്നുണ്ട്. പക്ഷെ ആ റിപ്പോർട്ടർ വീണ്ടും വീണ്ടും കുത്തിച്ചോദിച്ച് ഒടുവിൽ അവനെക്കൊണ്ട് ചെയർമാൻ ഇല്ലാത്തപ്പോൾ താനാണ് ബോസെന്ന് വേണേൽ പറയാമെന്ന് പറയിച്ചു. പക്ഷേ പിറ്റേ ദിവസം പത്രത്തിൽ വന്നത് മറ്റൊരു കഥയായിരുന്നു. ടാഞ്ചേഴ്സിന്റെ യഥാർത്ഥ ചെയർമാൻ താനാണെന്ന് എയ്സ് തുറന്ന് സമ്മതിച്ചെന്ന രീതിയിലായിരുന്നു വാർത്ത. ആ ഒരൊറ്റ വാർത്തയായിരുന്നു കൗണ്ടി കമ്മീഷണറിന് വേണ്ടിയിരുന്ന ആയുധം. ലൈസൻസ് പോലും ലഭിക്കാത്ത ഒരാൾ പരസ്യമായി കസീനോയുടെ ബോസാന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അവന്റെ ലൈസൻസ് ആപ്ലിക്കേഷൻ ഉടൻ പ്രോസസ് ചെയ്യാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. ഈ സമയത്ത് തന്നെ വേഗാസിൽ നിക്കി ചെയ്തു കൂട്ടുന്ന കൊലയും മോഷണവും എല്ലാം കാരണം FBI നിരീക്ഷണവും ശക്തമായി. നിക്കിയുടെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ 24 മണിക്കൂറും ഏജന്റുമാർ പുറകെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവനെ വാച്ച് ചെയ്ത് വട്ടം കറങ്ങിയ ഒരു വിമാനം ഇന്ധനം തീരാറായതോടെ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അത് ചെയ്തത് എയ്സിന്റെ ഗോൾഫ് കോഴ്സിലായിരുന്നു. കസിനെക്കുറിച്ചുള്ള സംശയങ്ങൾ മാറ്റാൻ ഗെയിമിംഗ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിനിടയ്ക്ക് FBI ഏജന്റ്സ് അതുവഴി ഓടിയത് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാക്കി കൊടുത്തില്ല. എയ്സിന്റെയും നിക്കിയുടെയും സൗഹൃദത്തിലും വലിയ വിള്ളൽ വീഴാൻ തുടങ്ങി. ഒരു ദിവസം എയ്സിന്റെ വീട്ടിലെത്തിയ അവൻ എയ്സിന് ഇപ്പോൾ വലിയ ആളാണെന്ന വിചാരമാണെന്നും എല്ലാവരെയും താഴ്ന്നവരായി കാണാൻ തുടങ്ങിയെന്നും സ്വന്തം ഭാര്യയെ പോലും നന്നായി ട്രീറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. തന്റെ സ്വകാര്യ ജീവിതത്തിൽ നിക്കി ഇടപെട്ടത് എയ്സിന് ഒട്ടും ഇഷ്ടമായില്ല. ജിഞ്ചർ തന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു സുഹൃത്തെന്ന നിലയിൽ വിഷമങ്ങൾ കേട്ടതേ ഉള്ളൂ എന്ന് നിക്കി പറഞ്ഞു. എന്നാൽ കസീനോയുടെ ശരിക്കുള്ള തകർച്ചയ്ക്ക് കാരണം ഇതൊന്നും അല്ലായിരുന്നു. പകരം ചെറിയൊരു അബദ്ധമായിരുന്നു. എല്ലാ മാസവും അയക്കുന്ന സ്യൂട്ട് കേസുകളുടെ ഭാരം കുറഞ്ഞു വരുന്നതായി മാഫിയ തലവന്മാർ ശ്രദ്ധിച്ചു. അതുകൊണ്ട് എല്ലാ മാസത്തെയും കണക്കുകൾ കൃത്യമായി എഴുതി വെക്കുന്നൊരു ശീലം ഒരു മാഫിയ തലവനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പലചരക്ക് കടയുടെ പിന്നിലാണ് ഇവരെല്ലാം ഒത്തുകൂടിയിരുന്നത്. പക്ഷെ അവർക്ക് അറിയാത്തൊരു കാര്യം എന്തെന്നാൽ ആ കടയുടെ മുൻവശത്ത് FBI പണ്ട് നടന്ന ഇവരുമായി ബന്ധമില്ലാത്തൊരു കേസിന്റെ ഭാഗമായി ഒരു റെക്കോർഡിംഗ് ഡിവൈസ് സ്ഥാപിച്ചിരുന്നു. അതിനെക്കുറിച്ച് അറിയാത്ത അയാള് കസിനോയിൽ നിന്ന് പണം എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, ആരൊക്കെയാണ് അതിൽ പങ്കാളികൾ, പണപ്പെട്ടികൾ എവിടെയാണ് പോകുന്നത് എന്നിങ്ങനെ മുഴുവൻ കാര്യങ്ങളും അയാളുടെ അമ്മയോടും സഹോദരനോടും സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ FBI ഈ കള്ളത്തരത്തിന്റെ മൊത്തം രഹസ്യങ്ങളും അവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടി. പക്ഷേ ഫിസിക്കൽ എവിഡൻസ് കൂടി കിട്ടാൻ വേണ്ടി അറസ്റ്റ് ഉടൻ ചെയ്യാതെ അവർ നിരീക്ഷണം കുറച്ചുകൂടി ശക്തമാക്കുന്നു. ഒടുവിൽ എയ്സ് കാത്തിരുന്ന ലൈസൻസ് ഹിയറിംഗിന്റെ ദിവസം എത്തി. വർഷങ്ങളായി പല ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുകയും അവിടുത്തെ ടോപ്പ് ലോയേഴ്സ് കൂടി തന്റെ കൂടെ ഉള്ളതുകൊണ്ട് എയ്സ് വളരെ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. കൗണ്ടി കമ്മീഷണർ തിരശ്ശീലയ്ക്ക് പിന്നിൽ എല്ലാ ചരടുകളും വലിക്കുകയായിരുന്നു. അയാളുടെ സ്വാധീനത്തിൽ ആ ഹിയറിംഗ് കമ്മിറ്റി എയ്സിന്റെ വാദങ്ങൾ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല. ഇതോടെ ആദ്യമായി എയ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആ അംഗങ്ങളെല്ലാം അഴിമതിക്കാരാണെന്നും അവർക്ക് താൻ ചെയ്ത ഫേവേഴ്സും വിളിച്ചു പറഞ്ഞ് അയാൾ എല്ലാവരുടെയും മുന്നിൽ പൊട്ടിത്തെറിച്ചു. മാധ്യമങ്ങൾ ഈ സംഭവം വലിയ വാർത്തയുമാക്കി. തങ്ങളുടെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ മാഫിയാക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. കാര്യങ്ങൾ നിശബ്ദമാക്കുന്നതിന് പകരം എയ്സിന്റെ ഈ പ്രതികരണം ശ്രദ്ധ കുറച്ചുകൂടി പിടിച്ചുപറ്റി. അവൻ പിന്മാറാൻ തയ്യാറാവാതെ സുപ്രീം കോർട്ട് വരെ പോകാനും പ്ലാനിട്ടു. പിന്നീട് കസിനോയിൽ തുടരാൻ വേണ്ടി എയ്സ് പദവി ഇപ്പോൾ എന്റർടൈൻമെന്റ് കോർഡിനേറ്ററിലേക്ക് മാറ്റി. അതിനൊപ്പം ടെലിവിഷനിൽ ഒരു പരിപാടി ആരംഭിച്ചു. അതിൽ ഗെയിമിംഗ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ വീണ്ടും പരസ്യമായി വിമർശിക്കാനും അവരുടെ അഴിമതികൾ തുറന്നു കാട്ടാനും തുടങ്ങി. എയ്സ് ഈ കാര്യങ്ങളുമായി തലപോകുമ്പോൾ ഒരു ദിവസം അവരുടെ മകൾ ഏമിയെയും കൂട്ടി ജിഞ്ചർ ലെസ്റ്ററിനൊപ്പം ഒളിച്ചോടി. അവർ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് എയ്സ് ഫോൺ ചെയ്തതോടെ ഇനി ഓടാൻ പറ്റുമായിരുന്ന ജിഞ്ചറിന് മനസ്സിലായി. അവൾ അവനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് മകളുടെ ഒപ്പം തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി അനുവാദം ആവശ്യപ്പെട്ടു. അവൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് എയ്സ് അനുവാദം നൽകുന്നു. പക്ഷേ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചില്ല. ഒരു റെസ്റ്റോറന്റിൽ ഡിന്നർ കഴിക്കുമ്പോൾ ഒളിച്ചോടിയപ്പോൾ അവൾ കൊണ്ടുപോയ ക്യാഷ് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിച്ചു. ഈ തർക്കം ഒടുവിൽ തിരിച്ച് വീട്ടിലും എത്തി. രാത്രി എയ്സ് ഉറങ്ങിക്കിടക്കുമ്പോൾ അവൾ ആരോടോ ഫോണിൽ അവനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. ഇത് കേട്ടു വന്ന എയ്സ് അവളെ വലിച്ചിഴച്ച് പുറത്താക്കുന്നു. എങ്കിലും കുറച്ചു കഴിഞ്ഞ് അവൾ വീണ്ടും വന്നപ്പോൾ അവനെല്ലാം വീണ്ടും ക്ഷമിച്ചു. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി ഇമോഷൻസ് ഇല്ലാതെ മാനേജ് ചെയ്യുന്ന എയ്സിന് ഒരു ഡിവോഴ്സ് ചെയ്താൽ തീരാവുന്ന ഈ ബന്ധം മാത്രം വിടാതെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. അവൾ എയ്സിനെ കൊല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചത് നിക്കിയെ ആയിരുന്നുവെന്ന് അടുത്ത ദിവസം തന്നെ അവൾ അവനെ പോയി കണ്ടപ്പോൾ മനസ്സിലായി. തിരിച്ചു വന്നപ്പോൾ എവിടെയായിരുന്നു എന്ന് എയ്സ് ചോദിച്ചപ്പോൾ നിക്കിയുടെ ഭാര്യ ജെന്നിഫറിനൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നുവെന്ന് കള്ളം പറഞ്ഞു. സത്യം അറിയാൻ അവർ കഴിച്ചത് എന്താണെന്നും എന്നിട്ട് ഉടൻ തന്നെ ജെന്നിഫറിനെ വിളിച്ച് അവളും അതുതന്നെയാണോ പറയുന്നതെന്ന് അറിയാൻ ശ്രമിച്ചു. അതോടെ ജിഞ്ചർ മറ്റാരുടെയോ കൂടെ ആയിരുന്നുവെന്ന് സമ്മതിച്ചു. അത് അവൻ ഊഹിക്കുന്നത് പോലെ നിക്കി ആവരുതേ എന്ന് എയ്സ് പറഞ്ഞു. വിവാഹ ജീവിതത്തിൽ ജിഞ്ചർ വിശ്വസ്തതയല്ലായിരുന്നുവെന്ന് അയാൾക്ക് നേരത്തെ അറിയായിരുന്നു. എയ്സും ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിക്കിയുമായിട്ടുള്ള അവളുടെ ബന്ധം ഒരു ചെറിയ പിഴവ് പറ്റിയാൽ മതി അവരെ രണ്ടുപേരെ അവൻ തീർക്കാനിടയാകും. ആ ബന്ധം അവസാനിപ്പിക്കാമെന്ന് അവൾ ഉറപ്പ് നൽകിയെങ്കിലും അത് വെറും വാക്കുകളിൽ ഒതുങ്ങി.
അവരുടെ ഈ രഹസ്യ കണ്ടുമുട്ടലുകൾ FBI രഹസ്യമായി പകർത്തുകയും ചെയ്തു. അവിഹിത ബന്ധമാണെങ്കിലും ഇത് കസിനോ മാനേജ് ചെയ്യുന്ന എയ്സും ഗാങ്സ്റ്ററായ നിക്കിയും തമ്മിൽ കണക്ഷൻ ഉണ്ടു എന്നുള്ളതിന്റെ എവിഡൻസായി. ജിഞ്ചറിന്റെ മയക്കുമരുന്ന് ഉപയോഗവും നിയന്ത്രണം വിട്ടിരുന്നു. ഒരു ദിവസം മകളെ ബെഡിൽ കെട്ടിയിട്ട ശേഷമാണ് അവൾ നിക്കിയുടെ അടുത്തേക്ക് പരാതിയുമായി പോയത്. വീട്ടിലെത്തിയ എയ്സ് മകളെ രക്ഷിക്കുന്ന സമയത്താണ് ജിഞ്ചറിനോട് സംസാരിച്ച് ദാമ്പത്യ പ്രശ്നങ്ങൾ തീർക്കാൻ നിക്കി അവനെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ എത്തിയ എയ്സ് മകളെ ഇനി തൊട്ടാൽ കൊന്നുകളയുമെന്ന് വരെ ജിഞ്ചറിനോട് പറഞ്ഞു. വീട്ടിലെത്തിയ ശേഷം അവളുടെ പേരിലുള്ള ക്യാഷുമായി എയ്സിനെ ഡിവോഴ്സ് ചെയ്ത് മകളെയും കൂട്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ അവളെ പുറത്താക്കി. തിരിച്ചു വീണ്ടും നിക്കിയുടെ അടുത്തെത്തി അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരുടെ ബന്ധം വിളിച്ചു പോവുകയും എയ്സിനെ ഉടൻ തന്നെ കൊലപ്പെടുത്താനും ആവശ്യപ്പെട്ടു. പക്ഷെ അത് നിക്കിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. 35 വർഷമായിട്ട് അറിയാവുന്ന എയ്സിനെ അവളുടെ ഒരു വാക്ക് കേട്ട് കൊല്ലുമെന്ന് കരുതിയോ എന്ന് ചോദിച്ച് പുറത്താക്കി. അവന്റെ വലങ്കൈയോട് ഈ ബന്ധത്തിൽ ഏർപ്പെട്ടത് അബദ്ധമായി പോയെന്ന് പറയുന്നുണ്ട്. ഒടുവിൽ ജിഞ്ചർ തിരിച്ച് എയ്സിന്റെ അടുത്ത് പോയി അവളെ തിരിച്ച് വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ എല്ലാം FBI പറയുമെന്നും പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ആ മുഴുവൻ രംഗവും അവിടെ രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന FBI കാണുന്നുണ്ട്. അവൾ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയിട്ടും എയ്സ് അവളെ അകത്തേക്ക് കയറ്റാൻ തയ്യാറായില്ല. എന്നാൽ വീട്ടിലെ പ്രശ്നം റിപ്പോർട്ട് ചെയ്തപ്പോൾ എത്തിയിരുന്ന 2 പോലീസുകാരെ കൂട്ടി അവൾക്ക് കുറച്ച് പേഴ്സണൽ സാധനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അകത്ത് കയറിപ്പറ്റി. എയ്സിന്റെ മേശയിൽ നിന്ന് സേഫ് ഡെപ്പോസിറ്റ് ബോക്സിന്റെ താക്കോൽ മോഷ്ടിച്ച് ആ പോലീസുകാരെയും കൂട്ടി ബാങ്കിലേക്ക് പോകുന്നു. ഇതറിഞ്ഞ എയ്സ് വേഗം ബാങ്കിൽ വിളിക്കുന്നുണ്ടെങ്കിലും അവളുടെ പേരിലുള്ള അക്കൗണ്ട് ആയതുകൊണ്ട് ബാങ്കുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജിഞ്ചർ മുഴുവൻ പണവും എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എയ്സ് പിന്നാലെ എത്തിയെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവനെ തടഞ്ഞു. പക്ഷേ അവൾക്ക് ഒത്തിരി ദൂരം പോകാൻ പറ്റിയില്ല. അവളെ ഫോളോ ചെയ്തിരുന്ന FBI വഴിമതിയെ അവളെ തടഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ സർപ്രൈസിംഗ്ലി ചോദ്യം ചെയ്തപ്പോൾ അവൾ മാഫിയയെക്കുറിച്ചോ എയ്സിനെക്കുറിച്ചോ ഒരു വിവരവും പറഞ്ഞില്ല. അതേസമയം ആ പലചരക്ക് കടയിൽ നിന്ന് ലഭിച്ച തെളിവുകൾ ഉപയോഗിച്ച് FBI വർഷങ്ങളായി നടന്നുനിന്ന മുഴുവൻ ഓപ്പറേഷനും തകർക്കാനുള്ള നീക്കം തുടങ്ങുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരുന്ന പ്രധാന ആളുകളെ എല്ലാം അറസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം ലീക്കാക്കിയ മാഫിയ ബോസിന്റെ വീട് അന്വേഷിച്ചപ്പോൾ ഒരു ഡയറിക്കകത്ത് ഈ പരിപാടിയുടെ എല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയ ഇൻഫർമേഷൻ കൂടി ഉണ്ടായിരുന്നു. അതും കൂടെ പുറത്തായതോടെ അയാൾ അവിടെ വെച്ച് തന്നെ ഹൃദയാഘാതം സംഭവിച്ചു മരിച്ചു. പ്രായമായ മറ്റ് മാഫിയ ബോസുമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചിലർക്ക് കോടതിയിൽ ഹാജരാകാൻ പോലും ഓക്സിജൻ സിലിണ്ടറിന്റെയും ഡോക്ടർമാരുടെയും സഹായം വേണ്ടിവരുന്ന അവസ്ഥയായിരുന്നു. ഈ കേസുകൾക്കിടയ്ക്കുള്ള ബ്രേക്കിൽ പ്രധാന മാഫിയ തലവന്മാർ ഒരു കാര്യം തീരുമാനിച്ചു. അവർ ഈ 3-4 പേരല്ലാതെ ബാക്കി ഈ ഓപ്പറേഷനുമായിട്ട് കണക്ഷനുള്ള എല്ലാവരെയും തീർത്തേക്കാൻ. അവർ പോലീസിനെ സഹായിക്കുമെന്ന് ഒരല്പം പോലും സംശയമുണ്ടെങ്കിൽ റിസ്ക് എടുക്കേണ്ട എന്ന നിലപാടായിരുന്നു അവർക്ക്. അങ്ങനെ ചെറുതും വലുതുമായി ആ പണം ചോർത്തിയതുമായി ബന്ധമുള്ള ഓരോരുത്തരും ഉടൻ തന്നെ ഇല്ലാതായി തുടങ്ങി. ആ സമയത്തോടുകൂടി ജിഞ്ചറിന്റെ ജീവിതവും പൂർണ്ണമായി തകർന്നിരുന്നു. കയ്യിൽ ആകെ ഉണ്ടായിരുന്ന പണം മുഴുവൻ മയക്കുമരുന്നിന് ഉപയോഗിച്ച് അവൾ ഒടുവിൽ ഒരു ചെറിയ ഹോട്ടലിൽ വെച്ച് ഓവർഡോസ് ആയി മരിക്കുന്നു. അധികം വൈകാതെ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട സീനിലേക്കാണ് കഥ തിരിച്ചെത്തുന്നത്. എയ്സിന്റെ കാറിൽ ബോംബ് പൊട്ടിയെങ്കിലും അത്ഭുതകരമായി അയാൾ രക്ഷപ്പെട്ടു. ഡ്രൈവർ സീറ്റിനിടയിൽ അവൻ ഘടിപ്പിച്ചിരുന്ന ഒരു കട്ടിയുള്ള സ്റ്റീൽ പ്ലേറ്റ് ആ സ്ഫോടനത്തിന്റെ ആഘാതം തടഞ്ഞു. ഈ ആക്രമണം മാഫിയ ബോസുമാരുടെ ഉത്തരവല്ലെന്ന് എയ്സിന് ഉറപ്പായിരുന്നു. അവരൊരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അതൊരിക്കലും പാളാറില്ല. അതുകൊണ്ട് തന്നെ ഈ ശ്രമത്തിന് പിന്നിൽ നിക്കി ആയിരിക്കുമെന്ന് എയ്സ് വിശ്വസിച്ചു. സിനിമയിൽ അത് പൂർണ്ണമായും വ്യക്തമാക്കുന്നില്ല. പക്ഷേ പലവട്ടവും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും നിക്കി എയ്സിനെ ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണ് കണ്ടത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് വേണേൽ ആ കൗണ്ടി കമ്മീഷണർ ആയിരിക്കാമെന്നാണ്. ഇനി നമ്മൾ കാണുന്നത് നിക്കിയുടെ അവസാനമാണ്. അവനെയും അവന്റെ സഹോദരനെയും നിക്കിയുടെ വലങ്കൈ തന്നെ ഒരു മീറ്റിംഗിനായി വിളിച്ചു വരുത്തുന്നു. അവിടെ ആദ്യം നിക്കിയുടെ സഹോദരനെ ബേസ്ബോൾ ബാറ്റ് കൊണ്ട് അടിച്ചു കൊല്ലുകയും അത് നിക്കിയെ ബലമായി നോക്കിപ്പിച്ച ശേഷവുമാണ് അതേ തല്ല് അവനും കൊടുക്കുന്നത്. ഒടുവിൽ ജീവനോടെ തന്നെ നിക്കിയെ മണ്ണിട്ട് മൂടുന്നു. മാഫിയ ബോസുമാർക്ക് അവന്റെ അക്രമ സ്വഭാവവും അശ്രദ്ധയും അവൻ വരുത്തിവെക്കുന്ന FBI ശ്രദ്ധയും ഇപ്പോൾ ഒരു ബാധ്യതയായി മാറിയിരുന്നു. സിനിമയുടെ അവസാനം പഴയ മാഫിയയുടെ ലാസ് വേഗാസിന്റെ സ്ഥാനത്ത് ഉയർന്നു വരുന്ന വമ്പൻ കോർപ്പറേറ്റ് കസിനോകളെയാണ് നമ്മൾ കാണുന്നത്. എയ്സിന്റെ വോയിസ് ഓവർ പറയുന്നത് ഒരു കാലത്ത് മാഫിയ ഭരിച്ചിരുന്ന നഗരം പതിയെ ഒരു അമ്യൂസ്മെന്റ് പാർക്കായി മാറുന്നുവെന്നാണ്. എയ്സിന്റെ കാര്യത്തിൽ മാഫിയ അവനെ കൊല്ലണ്ടെന്ന് തന്നെ വെച്ചു. കാരണം കസിനോ ഇല്ലെങ്കിലും പഴയതുപോലെ സ്പോർട്സ് ബെറ്റിംഗ് നടത്തി അവൻ ഇപ്പോഴും പണം സമ്പാദിക്കാൻ കഴിയും. അങ്ങനെ അവൻ ആഗ്രഹിച്ചിരുന്ന ഒരു കസിനോ സാമ്രാജ്യവും ഇഷ്ടപ്പെട്ടിരുന്ന പെണ്ണിനെയും നേടിയിട്ട് അവസാനം എല്ലാം നഷ്ടപ്പെട്ട് എയ്സ് വീണ്ടും ആരംഭിച്ച അതേ സ്ഥാനത്ത് തന്നെ എത്തുന്നു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു കഥയുമായി ഞാൻ വീണ്ടും വരുന്നത് വരെ